ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെറിയൊരു കിച്ചണും ഒരു ബോക്സും ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പേരാമ്പ്ര സൈറ്റ്. അപ്പം അളവെടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഒരു മൾട്ടിവുഡിൻ്റെ കിച്ചൺ അവിടെ ഓൾറെഡി ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അളവെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അത് ഒരു ഇതാക്കി തരാം, അതായത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആകുമ്പോഴേക്കും പൊളിച്ചിങ്ങോട്ട് കുറച്ച് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുൾഭാഗമൊക്കെ അതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോയ സമയത്തും അത് തേച്ചിട്ടും വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലേനി. അപ്പോൾ നമ്മൾ തന്നെ പൊളിക്കേണ്ടി വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പൊളിയിലേക്ക് കിടക്കുകയാണ്. അതൊന്ന് പൊളിച്ചാദ്യം നമ്മൾ വൃത്തിയാക്കാനുണ്ട്. അത് ചതിൽ പിടിച്ച് ആകെ നാശമായി കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഏതായാലും പൊളിക്കുക വെച്ചാൽ ഞങ്ങൾ പൊളിക്കുകയാണ്. പൊളിക്കാൻ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ അത്യാവശ്യം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഭാഗം കൂടി പൊളിക്കാണ്ട്, അപ്പോൾ അതിൻ്റെ പൊളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറം വേറെ ഒരു ബോക്സ് കിട്ടിയാണ്ട്, അപ്പോൾ അതിൻ്റെ പണി അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചസ് വിറ്റിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പൊളിയൊക്കെ ഇപ്പോൾ അതാ കഴിഞ്ഞ്, ഇനി കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെ പൊളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അതൊന്ന് അടിച്ചേരി ഒന്ന് വൃത്തിയാക്കാണ്ട്, ഉള്ളിലൊക്കെ ആകെ പൊടി അതൊക്കെ ഇനി. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇനി ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചേരി. അങ്ങനെ അതൊക്കെ അടിച്ചേരി ഏകദേശം വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിം ഫിറ്റ് ചെയ്യാനുണ്ട്. അടിച്ചേരി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഫ്രെയിം ഫിറ്റ് ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞത്, അത് ഓൾറെഡി അവിടെ പൊളിഞ്ഞൊക്കെ കിടക്കണ്ടായിരുന്നു. അതുപോലെ തേക്കാൻ നമ്മളോട് അന്ന് പറഞ്ഞത് ഇനി ഒക്കെ പൊളിച്ച് തേച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിപ്പോൾ നമ്മളോട് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ഏതായാലും ഫിറ്റ് ചെയ്തിട്ടോളി, എന്നിട്ട് പിന്നെ ഡോറൊന്ന് ഊരി കൊടുത്താൽ പിന്നെ ബാക്കി ഒന്ന് തേച്ച് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തേച്ചുകൊണ്ട് പിന്നെ പൊട്ടിയിട്ട് വൃത്തിയാക്കിക്കോളാമെന്ന് അവർ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ രണ്ടളവേ വന്നത്, ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞ അളവും റൈറ്റ് സൈഡിൽ കൂടിയ അളവും വന്നുകൊണ്ട് നമ്മൾ കുറഞ്ഞ അളവിലാണ് നമ്മൾ എടുത്തത്. പിന്നെ ഓൾറെഡി ആദ്യം ഒരു ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മൾട്ടിവിൻ്റെ ഷീറ്റൊക്കെ മുകളിൽ വെച്ചൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്ത് ഒന്ന് ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടി ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വെച്ച് ഏകദേശം ഫ്രെയിമിൻ്റെ ഫിറ്റിങ്ങൊക്കെ കഴിയാനായി. അങ്ങനെ ഫ്രെയിം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ ഡോർ സെറ്റ് ചെയ്യണം. ഡോർ സെറ്റ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ അതിൻ്റെ കൂടുതലാണ് ഫില്ല് ചെയ്യും. അപ്പോൾ ഡോർ ഫിറ്റിങ്ങിലാണ്. അതിൻ്റെ ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്ത ഡോറാണ് ഈ സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഡോറും കൂടി സെറ്റ് ചെയ്യാണ്ട് അതുകൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഫിറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഡോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോവറാണ് വെക്കാണ്ടാവുക. ഡ്രോവർ ഒരു സെറ്റ് ഡ്രോവറാണ് ഉള്ളത്. ഓരോ സെറ്റ് ഡ്രോവർ പറയുമ്പോൾ അതിൽ അടിയിലൊരു പ്ലേറ്റും മുകളിൽ കട്ട്ലറിയും, അങ്ങനെയാണ് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ ഡോർ ഫിറ്റിങ് കഴിഞ്ഞപ്പോൾ അത് ഈ ഗ്യാപ്പിലാണ് നമുക്ക് പ്ലേറ്റും കട്ട്ലറിയും വെക്കാനുള്ളത്, അതിൻ്റെ ബാസ്ക്കറ്റ് ഡ്രോവർ വെക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ചുമരുമെന്ന് ഒന്നരക്കൊന്ന് മുകളിൽ അളവെടുത്ത് ഇങ്ങോട്ട് ഒന്നരക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ സ്ലൈഡർ വെച്ച് ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യണം. ഇത് കുറച്ച് കുറയ്ക്കാനുണ്ട്, അപ്പോൾ ഒന്ന് വെച്ച് നോക്കിയാണ് ഒന്ന് കുറച്ച് ഇങ്ങോട്ട് അത് ഫിറ്റ് ചെയ്യണം. അത് കറക്റ്റായിട്ട് നമ്മൾ ഒന്നരക്കൊന്ന് ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കിൽ ക്ലീറ്റ് വെച്ച് ഇങ്ങോട്ടാണ് ചുമരുമയ്ക്ക് തുളയ്ക്കുകയാണ്. അങ്ങനെ ചുമരുമയ്ക്ക് തുളച്ച് 4 എണ്ണം അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാസ്ക്കറ്റ് കുടുക്കിയിടുക എന്നുള്ളതാണ്. അങ്ങനെ അത് ഏകദേശം കഴിഞ്ഞ് ഈ ഒന്നരക്കൊന്ന് വെച്ച് സ്ലൈഡർ വെച്ച് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ബാസ്ക്കറ്റ് കുടുക്കിയിട്ടുണ്ട്, അടിയിൽ പ്ലേറ്റും മുകളിൽ കട്ടറി. അപ്പോൾ ബാസ്ക്കറ്റ് കുടുക്കിയിട്ടതിൻ്റെ മുകളിൽ നമുക്ക് പുറത്ത് ഡമ്മി ഉണ്ടാവുമല്ലോ, ആ ഡമ്മി ഫിറ്റ് ചെയ്യാണ്ട്. ആ ഡമ്മി ഫിറ്റിങ്ങിലാണ്. ഡമ്മി ഫിറ്റ് ചെയ്യാൻ അവിടെ ലാല് വശത്ത് മുകളിൽ വേറെ ബോക്സിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബോക്സിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ആരെയും കിട്ടാനില്ല, ഉള്ളിൽ നിന്ന് മാർക്ക് ചെയ്യാനും പിടിക്കാനൊന്നും കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് അടിയിൽ മറ്റേ ഡോറിൻ്റെ അതിൻ്റെ അടുത്തുള്ള ഡോറിലുള്ള ഗ്യാപ്പൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് അതിൻ്റെ അടിയിലുള്ള കുറച്ച് ബാക്കിങ്ങൊക്കെ വെച്ച് ഇങ്ങോട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്യാണ്. അതായത് കുറച്ച് ദൂരെയാണ് വർക്ക്. അപ്പോൾ ഇപ്പോൾ നാട്ടിലെത്താനും നേരം, അപ്പോൾ ഒരാളതിൻ്റെ ഉള്ളിൽ വെറുതെ മാർക്ക് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞാൽ നേരം വൈകും എന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഫിറ്റ് വെച്ച്. അല്ലെങ്കിൽ അധികം ഡ്രോവർ ഫിറ്റ് ചെയ്യുക ഒറ്റയ്ക്കാണ് സുഖം. രണ്ടാളുകൾ വെറുതെ രണ്ടാൾ കഴിയുമ്പോൾ ചെയ്യാന്നല്ലാതെ ഒരാൾ ഒറ്റയ്ക്കാകുമ്പോൾ
അയാൾ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അടിയത്തെ ഡമ്മി ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പാക്കിങ് അടിയിലാണ്. അടിയത്തെ ഡമ്മി ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ പ്ലേറ്റിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ കട്ട്ലറി വെക്കാണ്ട്, കട്ട്ലറി ഡമ്മി ബാസ്ക്കറ്റുമ്പോൾ ഡമ്മി വെക്കാണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പറഞ്ഞ മുകളിൽ ബോക്സിൻ്റെ വർക്ക് എടുക്കേണ്ട. അശ്വന്തും ലാലും ആ ഫിറ്റിങ്ങിലാണ്. ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഡോറും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞ്. ബോക്സിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞ് ഇപ്പം ഓൾമോസ്റ്റ് പണിയും കഴിഞ്ഞ് മുകളിലെ ഡമ്മിയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാണിപ്പോൾ ഉള്ളത്. അടിയിലൊരു എൽ ഷേപ്പ് കിച്ചണും മുകളിലൊരു ബോക്സും. അപ്പോൾ വർക്ക് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് നമുക്ക് ഡമ്മി ഒന്ന്, അതായത് വലിപ്പം ഒന്ന് തുറന്ന് നോക്കാം, ഡ്രോവർ ഒന്ന് തുറന്ന് നോക്കാം, സ്മൂത്താണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് പറഞ്ഞത് ആ മുകളിൽ ഇത് ചെയ്യാനുള്ളത്, എന്താ പറയുക, തേക്കാണ്ടെന്ന് പറഞ്ഞത്. അത് വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഒട്ടിക്കായിരുന്നു. പക്ഷേ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതായത് കറക്റ്റായിട്ട് നിൽക്കണം. ആദ്യം മൾട്ടിവുഡ് ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഗ്രാനൈറ്റ് അധികം ചാടി കിടക്കില്ല. അതുകൊണ്ട് കറക്റ്റ് ഡോറ് നിൽക്കാനുള്ളൊരു സ്പേസിൽ മാത്രമേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഷീറ്റ് ഒട്ടിക്കാൻ പലർക്കും തോന്നും ഒട്ടിച്ചൂടെ എന്നുള്ളത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡോറ് പിന്നെയും പുറത്തോട്ട് നിൽക്കും. പുറത്തോട്ട് നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക.